പ്രേക്ഷകർക്ക് നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ കേരള ജനതയോട് വിളിച്ചു പറഞ്ഞിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ എത്തിയാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ 45 ദിവസത്തിന് അകം തിരുവനന്തപുരത്തേക്ക് എത്തിക്കും. മാത്രവുമല്ല, കൃത്യമായിട്ടുള്ള ഒരു വികസന രേഖയും മുന്നോട്ട് വെക്കുമെന്ന്. ആ പ്രഖ്യാപനം പോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മലയാള മണ്ണിലേക്ക്, നമ്മുടെ തലസ്ഥാന നഗരിയിലേക്ക് വരുന്നു എന്ന വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. വരുന്നത് മാത്രമല്ല, വ്യക്തമായിട്ടുള്ള ഒരു വികസന രേഖയും ഉയർത്തിപ്പിടിക്കുമെന്നുള്ളതും വ്യക്തമായിട്ട് തന്നെ വാർത്തകളിലൂടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ഈ ഒരു വരവിന് കൃത്യമായ വ്യക്തമായ ഒരു ലക്ഷ്യബോധമുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. അതിനു മുമ്പേ ആയിട്ട് ഞാനൊരു ഒരു പ്രകടനത്തിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ കേട്ടില്ലേ? വയനാട്ടിലെ തിരുനെല്ലി വാർഡില് ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചതുമായി ബന്ധപ്പെട്ട് കുഗ്രാമം എന്നൊക്കെ പറയും. നമ്മുടെ കേരളത്തിലെ കുഗ്രാമം, അതായത് ഗ്രാമങ്ങളിലും അപ്പുറമുള്ള ഗ്രാമം എന്ന് പറയില്ലേ, അത്തരത്തിൽ നമ്മുടെ ഗ്രാമങ്ങളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ആദ്യത്തേതായിട്ട് വരുന്ന ഗ്രാമത്തിലും ഭാരതീയ ജനതാ പാർട്ടി ചരിത്രത്തിൽ ആദ്യമായിട്ട് അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ഈ ഒരു പ്രകടനത്തിന്, ഈ ഒരു വിജയത്തിനൊന്നും നമ്മുടെ കേരളത്തിൽ വേണ്ട വിധത്തിലുള്ള മാധ്യമ ശ്രദ്ധ പോലും പ്രമുഖ മാധ്യമങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തുകൊണ്ട് മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ തന്നെ, അതായത് ഓരോ ആളുകളും ചിന്തിച്ചു നോക്കൂ. ഇവിടെയുള്ള സോഷ്യൽ മീഡിയകളിലൂടെ പ്രമുഖ മാധ്യമങ്ങൾ എന്താ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓ, തലസ്ഥാന നഗരിയിൽ, നഗരപ്രദേശത്ത് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് എന്നൊക്കെ. ആ വിളിച്ചു പറഞ്ഞതൊക്കെ തന്നെ പച്ചക്കള്ളമാണ്. ഗ്രാമങ്ങളിലും ഗ്രാമാന്തരങ്ങളിലൂടെയും താമര വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? നമ്മൾ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ സത്യം വിളിച്ചു പറയുന്നതേ ഉള്ളൂ. അതിന് എന്നോട് കുരുപൊട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാമങ്ങളിൽ മുതൽ നഗരപ്രദേശങ്ങളിൽ വരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രവുമല്ല, രാജീവ് ചന്ദ്രശേഖറിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക, രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിപ്പിടിക്കുന്ന വികസന പദ്ധതികൾ അവിടെ കാഴ്ചവെക്കുക, അതിലൂടെ കേരള ജനതയോട് വിളിച്ചു പറയാ, ഞങ്ങൾ ഇവിടെ വിജയിച്ചു, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ടു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വരുന്ന നിയമസഭാ ഇലക്ഷനെ നേരിടുക എന്ന വ്യക്തമായ പ്ലാനിങ് തിരഞ്ഞെടുപ്പിന്, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ രാജീവ് ചന്ദ്രശേഖർ പ്ലാൻ ചെയ്തതാണ്. ആ പ്ലാനിങ്ങിന്റെ വ്യക്തമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് നമ്മൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹം കൃത്യമായിട്ട് നിരന്തരം തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ആ ഒരു കോർപ്പറേഷൻ പിടിക്കുന്നതിൽ വളരെ വലിയ ശ്രദ്ധ കൊടുത്തു. അങ്ങനെ അത് പിടിച്ചെടുത്തു ഇരിക്കുന്നു. അത് ആ ഒരു കോർപ്പറേഷനിൽ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതൊക്കെയായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ കുറച്ച് വാക്കുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് വിജയിച്ചതിന് ശേഷം. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ BJP NDAക്ക് കിട്ടിയ ഒരു വലിയൊരു മുന്നേറ്റം ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതിനുവേണ്ടി ഞാൻ പാർട്ടിയുടെ പേരിൽ, എല്ലാവരുടെ പേരിൽ, വോട്ടർമാർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വിജയത്തിന് പിന്നിൽ വികസിത കേരളം ടീം, വികസിത കേരളം ഓരോരോ സഹപ്രവർത്തകരുടെ അധ്വാനവും നമ്മുടെ ലീഡർഷിപ്പിന്റെ ഒരു കളക്റ്റീവ് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തനം ആണ് ഇതിന്റെ പിന്നിൽ ഉള്ളത്. അവർക്കും ഞാൻ നന്ദി പറയുന്നു. BJP NDA മുമ്പോട്ട് വെച്ച വികസിത കേരളം ജനങ്ങൾ സ്വീകരിച്ചു. അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റീസ്, എത്രയോ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസിൽ നമ്മളുടെ ഒരു മുന്നേറ്റം, നമ്മളുടെ ഒരു ചാട്ടം
ഈ റിസൾട്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഇനി ഈ ഒരു അനാലിസിസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും, ഒരു 20% മേലെ നമുക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. എത്രയോ ഗ്രാമപഞ്ചായത്തും ലോക്കൽ ബോഡിയിൽ നമ്മൾ ഒപ്പോസിഷനും അല്ലെങ്കിൽ നമ്മൾ ഭരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് BJP NDA എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഇത് വികസിത കേരളം, വികസനം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച BJP NDA ജനങ്ങൾ സ്വീകരിക്കുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്. പിന്നെ രണ്ടാമതൊരു പൊളിറ്റിക്കൽ മെസ്സേജ്, രാഷ്ട്രീയ മെസ്സേജ്. ആർക്കൊരു സംശയമില്ല, LDF ഭരിച്ച 10 കൊല്ലം ഭരിച്ച LDFന്റെ പരാജയമാണെന്ന്. അവരുടെ അഴിമതി, അവര് ശബരിമലയിൽ ചെയ്ത ദ്രോഹം, അവരെ എത്രയോ അനാസ്ഥയും കുറ്റകരമായ അനാസ്ഥയും അവരുടെ കഴിവില്ലായ്മയും, അതിന്റെ ഒരു മറുപടിയാണ് ഇന്ന് ജനങ്ങൾ തന്നിരിക്കുന്നത്. ഇനി ആ LDFന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. കോൺഗ്രസിന് കിട്ടിയ ഒരു മുന്നേറ്റം അത് കറക്റ്റാണ്. അവർക്ക് നല്ലൊരു ആന്റി ഇൻകംബൻസി വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് അതൊരു ടെമ്പററി ഫിനോമിനനാണ്. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ആരാണ് വികസനം ചെയ്യാൻ പോകുന്നത്, ആരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്, അത് ജനങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ഞങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. ഇനി വരാൻ പോകുന്ന 5-6 മാസം അസംബ്ലി ഇലക്ഷന്റെ കാലമാണ്. നമ്മൾ ഇവിടെ വികസന സന്ദേശം, വികസിത കേരളത്തിന്റെ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച് കോൺഗ്രസിന് ഇന്ന് ലഭിച്ച ഒരു ഫലം ടെമ്പററി ഫലമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി മാറ്റം ജനങ്ങൾ തീരുമാനിച്ചു. മാറാത്തത് ഇനി മാറുന്ന ഞങ്ങൾ മുമ്പോട്ട് വെച്ചപ്പോൾ ഇത് ജനങ്ങൾ തീരുമാനിച്ചു. തിരുവനന്തപുരത്തിലും മാറ്റം കൊണ്ടുവന്നു. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ഈ നല്ല മാറ്റം ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അത് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. നിങ്ങൾ കേട്ടില്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ സകല മോദി വിരുദ്ധർക്കും ഇതിനോടൊക്കെ ഒരു പുച്ഛവും ഇതിനൊക്കെ ഒന്ന് ട്രോളാനൊക്കെയാണ് അവർ ശ്രമിക്കുക. അത്തരം സകലരോടും ഒരു കാര്യം അങ്ങ് വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാം. ഈ പട്ടാളക്കാരന്റെ മകനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും അമിത്ഷായൊക്കെ കേരളത്തിലേക്ക് ഒരു ദൗത്യമേൽപ്പിച്ച് തന്നെയാ പറഞ്ഞയച്ചിട്ടുള്ളത്. ആ ദൗത്യത്തിന്റെ ആദ്യ പടിയാ രാജീവ് ചന്ദ്രശേഖർ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ആ ഒരു ലക്ഷ്യം അദ്ദേഹം നേടിയിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി അങ്ങ് എടുത്ത് ഓർമ്മിപ്പിക്കാം. അഹമ്മദാബാദിലെ മുനിസിപ്പാലിറ്റി പിടിച്ചുകൊണ്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി രാജ്യം മൊത്തം ഭരിച്ചു മുന്നോട്ട് പോകുന്നത് എന്നും കേരളത്തിലെ സകല മോദി വിരുദ്ധരും അങ്ങ് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ. അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയില് കൃത്യമായിട്ട് വികസനങ്ങൾ ചെയ്ത് ഗുജറാത്ത് പിടിച്ച് ഗുജറാത്തിൽ വികസനം നടത്തി പിന്നീട് രാജ്യം മൊത്തം ഗുജറാത്ത് മോഡൽ ഉയർത്തിപ്പിടിച്ച് രാജ്യം മൊത്തം അടക്കി ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ തിരുവനന്തപുരം പിടിക്കുമ്പോൾ അതിനേക്ക് തിരുവനന്തപുരത്ത് അധികാരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എത്തുമ്പോൾ ആർക്കെങ്കിലും പുച്ഛം തോന്നുന്നുണ്ടെങ്കിൽ അവരൊക്കെ പടുവിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നരേന്ദ്രമോദിയാണ് മലയാള മണ്ണിലേക്ക് വരാൻ പോകുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് തിരുവനന്തപുരത്ത് സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. തിരുവനന്തപുരം ഉയർത്തിപ്പിടിച്ചു തന്നെ കേരളത്തിലെ ഓരോ നിയമസഭാ സീറ്റിലും ഭാരതീയ ജനതാ പാർട്ടി നേട്ടമുണ്ടാക്കാൻ പോകുന്നതിന്റെ തുടക്കമാണ് തിരുവനന്തപുരത്ത് ഉണ്ടാവാൻ പോകുന്നത്. നരേന്ദ്രമോദി കേരളത്തിലേക്ക് ഈ വരുന്നത് വെറുതെയാണെന്ന് ഒരാള് പോലും കരുതേണ്ട. വരുന്ന നിയമസഭാ ഇലക്ഷനിൽ തിരുവനന്തപുരം ഉയർത്തിപ്പിടിച്ചു തന്നെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കും. വികസനം ഏത് രീതിയിലാണ് തിരുവനന്തപുരത്ത് നടത്തുക എന്നുള്ളതൊക്കെ സകല കേരളത്തിലെ നിഷ്പക്ഷ സമൂഹവും പ്രതീക്ഷയോടുകൂടി തന്നെയാ കാത്തിരിക്കുന്നത്. നരേന്ദ്രമോദി വരും, വികസനങ്ങൾ പ്രഖ്യാപിക്കും, അത് തിരുവനന്തപുരത്ത് നടപ്പിലാക്കും. അതിലൂടെ കേരളം കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് വരുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.